അത്തരം ആൾക്കാരെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എളുപ്പമായിരുന്നു, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അങ്ങനെ കൂടുതൽ പറയണോ? വേറെ ഇത്ര മതി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ നേരെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിയുമ്പം ശ്രീനാഥ് ഭാസിയുടെ നായിക അതിൽ നിന്ന് നേരെ വന്നിട്ട് ധ്യാൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അസാദി എന്ന സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ വന്നിട്ട് വേറൊരു കഥാപാത്രത്തിലേക്കാണ് മാറി. ഭാസിയുടെ നായിക ധ്യാൻ്റെ നായികയായി മാറി. എങ്ങനെയുണ്ടായിരുന്നു നായികയെ കുറിച്ച്? രവീണ എനിക്ക് അത്ര വർഷങ്ങളായി പരിചയം നമുക്കറിയാലോ, അമ്മ മുതൽ പരിചയമുള്ളല്ലോ നമുക്ക്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ നായിക നേരെ ധ്യാനിലേക്ക്. ശ്രീനാഥ് ഭാസിയുടെ നായികയാണോ ശ്രീനാഥ് ഭാസിയുടെ സിനിമ കണ്ടിട്ടുള്ളതല്ലോ, ആ സിനിമ കണ്ടാണല്ലോ നമ്മൾ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാലോ. അത് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിപ്പോ ആരുടെ നായിക എന്നുള്ളതല്ലോ. എങ്കിലും അതിന്റെ ഒരു വ്യത്യാസം, അതിന്റെ ഒരു ബഹുമാനം ഞാൻ കൊടുത്തിരുന്നു ശ്രീനാഥ് ഭാസിയുടെ കൊടുത്തിരുന്നല്ലോ. അത് തന്നെയാ ചോദിക്കുന്നത്, ശ്രീനാഥ് ഭാസിക്ക് ബഹുമാനം കൊടുക്കുന്ന നായിക. ഞാൻ വേറെ രീതിയിലൊക്കെ ആയിരുന്നു വെൽക്കമിങ് ഒക്കെ, മറ്റേ പാട്ടൊക്കെ അയ്യോ എല്ലാം ചെയ്തിട്ട്. അയ്യോ അതെ, നിങ്ങളറിയാലോ ശ്രീനാഥ് ഭാസ്, പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ, എന്ത് സംശയിക്കണം? ഒരു സംശയമില്ല, നമ്മളെ സുഹൃത്തുക്കള് നിങ്ങളെ സുഹൃത്തുക്കള്, നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്.